നമസ്കാരം. പ്രധാന വാർത്തകൾ. അഭ്യൂഹങ്ങൾക്ക് വിരാമം. റായ്ബറേലിയിൽ സ്ഥാനാർത്ഥി രാഹുൽ തന്നെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് കോൺഗ്രസ്. അമേഠിയിൽ സോണിയയുടെയും രാഹുലിന്റെയും വിശ്വസ്തനായ KL ശർമ്മയും മത്സരിക്കും. ഔദ്യോഗിക പ്രഖ്യാപനം അല്പസമയത്തിനകം ഉണ്ടാകും. സ്ഥാനാർത്ഥിത്വത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തിയിരുന്നു. ഗാന്ധി കുടുംബത്തിലെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ അമേഠിയിൽ പ്രതിഷേധം നടത്തിയിരുന്നു. 5ാം ഘട്ടമായ മെയ് 20-നാണ് 2 സീറ്റുകളിലേക്കും വോട്ടെടുപ്പ്. മദ്യപിക്കാൻ കൂടെ ചെന്നില്ലെന്നാരോപിച്ച് സുഹൃത്തിനെ കുത്തിക്കൊല്ലാൻ ശ്രമം. പ്രതി പിടിയിൽ. കോട്ടയം കാരാപ്പുഴ സ്വദേശി സജിയാണ് അറസ്റ്റിലായത്. കാരാപ്പുഴ സ്വദേശിയായ മധ്യവയസ്കനെയാണ് സജി ഇന്നലെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ചത്. സുഹൃത്തിനോട് മദ്യം വാങ്ങാൻ ഷെയർ ആവശ്യപ്പെടുകയും ഒപ്പമിരുന്ന് മദ്യപിക്കാനും സജി ആവശ്യപ്പെട്ടു. എന്നാൽ സുഹൃത്ത് ഇതിന് തയ്യാറായില്ല. ഇതിൽ പ്രകോപിതനായ സജി സുഹൃത്തിനെ കൈവശമുണ്ടായിരുന്ന ബിയർ കുപ്പി കൊണ്ട് കുത്തുകയായിരുന്നു. കോട്ടയം വെസ്റ്റ് പോലീസാണ് ഇയാളെ പിടികൂടിയത്. വിജയം ഉറപ്പിച്ചു. പാലക്കാട് വീണ്ടും ഫ്ലെക്സ്. പാലക്കാട് മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി A വിജയരാഘവന്റെ വിജയം ഉറപ്പിച്ച് വീണ്ടും ഫ്ലെക്സ്. ഉറപ്പാണ് പാലക്കാട് എന്ന തലക്കെട്ടോടെയാണ് പുതിയ ഫ്ലെക്സ്. നേരത്തെ നിയുക്ത MP-ക്ക് അഭിവാദ്യം എന്നെഴുതിയ ഫ്ലെക്സ് ആയിരുന്നു സ്ഥാപിച്ചത്. എന്നാൽ പോലീസ് ഇത് നീക്കം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ ഫ്ലെക്സ് സ്ഥാപിച്ചത്. പൊൻപാറയിലുള്ള പാർട്ടി ഓഫീസ് പരിസരത്താണ് പുതിയ ഫ്ലെക്സ് ഉള്ളത്. CPM ഉപ്പുകുളം ബ്രാഞ്ച് കമ്മിറ്റിയാണ് ഫ്ലെക്സ് വെച്ചത്. ജൂൺ 4-നാണ് രാജ്യത്ത് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം നടക്കുന്നത്. ഫലം വരാൻ 1 മാസത്തിലേറെ സമയം ബാക്കി നിൽക്കുമ്പോഴാണ് ജയമുറപ്പിച്ച ഫ്ലെക്സുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. അതേസമയം വിഷയത്തിൽ പാർട്ടി നേതൃത്വം പ്രതികരിച്ചിട്ടില്ല. ഹരിപ്പാട് ആൾതാമസമുള്ള വീട്ടിൽ കയറി മോഷണം. അയൽവാസി പിടിയിൽ. പട്ടാപ്പകൽ ആൾതാമസമുള്ള വീട്ടിൽ കയറി സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ പ്രതി പിടിയിൽ. കരുവാറ്റ തെക്ക് കിഴക്കേടത്ത് വീട്ടിൽ ഗോപകുമാറാണ് പിടിയിലായത്. 52 വയസ്സായിരുന്നു. തിങ്കളാഴ്ചയാണ് സംഭവം നടന്നത്. കരുവാറ്റ വടക്കേപ്പറമ്പിൽ അനിതാസാമിന്റെ വീട്ടിൽ കയറി പ്രതി മേശപ്പുറത്ത് ഊരിവെച്ചിരിക്കുകയായിരുന്ന സ്വർണ്ണാഭരണത്തിൽ നിന്ന് 4 പവന്റെ സ്വർണ്ണമാല, 2.5 ഗ്രാം തൂക്കം വരുന്ന മിന്നും കുരിശും അതോടൊപ്പമുണ്ടായിരുന്ന മുക്കുപണ്ടമായ വള എന്നിവ മോഷ്ടിച്ച് കടന്നു കളഞ്ഞു. തുടർന്ന് വീട്ടുകാർ ഹരിപ്പാട് പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലായത്. മെമ്മറി കാർഡ് കാണാതായ സംഭവം. ഡിപ്പോയിലെ ജീവനക്കാരെ പോലീസ് ചോദ്യം ചെയ്യും. മേയർ ഡ്രൈവർ തർക്കത്തെ തുടർന്ന് ബസ്സിനുള്ളിലെ മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ KSRTC ഡിപ്പോയിലെ ജീവനക്കാരെ ചോദ്യം ചെയ്യാനൊരുങ്ങി തമ്പാനൂർ പോലീസ്. മെമ്മറി കാർഡ് എടുത്തുമാറ്റിയത് തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ നിന്നാണ് എന്ന പ്രാഥമിക നിഗമനത്തിലാണ് അന്വേഷണ സംഘം. സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ മെമ്മറി കാർഡ് നീക്കം ചെയ്തു എന്നതാണ് പോലീസിന്റെ വിലയിരുത്തൽ. അങ്ങനെയാണെങ്കിൽ അത് തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ നിന്ന് ആയിരിക്കാം എന്ന സംശയത്തിലാണ് തമ്പാനൂർ പോലീസ്. ചോദ്യം ചെയ്യലിന് പുറമെ KSRTC തിരുവനന്തപുരം ഡിപ്പോയ്ക്കുള്ളിലെ CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിക്കും. ഡിപ്പോയിലെ ജീവനക്കാരെ ചോദ്യം ചെയ്യുന്നതിലൂടെയും CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിലൂടെയും ഇതിൽ വ്യക്തത വരുമെന്നാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്.